ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഈ രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ രാവിലെ തന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടെ കണ്ടോ വെളിച്ചം എക്സ്ട്രാ വരുമ്പോൾ ഒരു കാണാൻ ഒരു രസമില്ല, അല്ലെങ്കിലും കാണാനില്ല അതില്ല എന്നറിയാം, ഒരു ക്വാളിറ്റി കുറവാന്നൊക്കെ നമുക്കറിയാം കേട്ടോ. എന്നാലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മളെടുത്ത് അങ്ങനെ പോകുന്നതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എടുക്കാൻ, വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പം നമ്മുടെ ചെറിയ ചെറിയ കുറവുകളൊക്കെ മൈൻഡ് ചെയ്യാതെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ദോശയാണ്. അപ്പം ഞാനിപ്പോൾ ഈ വെളിച്ചില്ലാത്ത ഞാൻ നമ്മുടെ ഈ അടുക്കളേൻ്റെ സൈഡിലൊരു ജനലുണ്ട്. ആ ജനലിൽ ഞാനൊരു ചാക്ക് വെച്ച് ആ വെട്ടൊന്ന് മറച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഗോതമ്പ് ദോശയാണ്. ഡെയിലി ഞങ്ങൾ ഗോതമ്പ് ദോശ കേട്ടോ രാവിലെ. ഇവിടുത്തെ അപ്പൻ രാവിലെയും വൈകുന്നേരത്തും ഗോതമ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഉണ്ടാക്കും. ആൾ മരുന്നൊക്കെ കഴിക്കണോണ്ടാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ഉണ്ണികൾക്കും അത് തന്നെയാണ് വേണ്ടത്. പിന്നെ ഞങ്ങൾക്ക് പുറമെ എക്സ്ട്രാ ഒരു അടുപ്പുണ്ട്. അപ്പോൾ ഈ വേനലൊക്കെ നമുക്ക് ഒരുപാട് ചകിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഉള്ളിലാകുമ്പോൾ ഉള്ളിക്കല്ല, നമുക്ക് അടുക്കളേൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് അടുപ്പുണ്ട്. പക്ഷെ അവിടെ കത്തിച്ചാലും അകത്തേക്ക് പുക നന്നായി വരണോണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു അടുപ്പ് വെളിയിലേക്ക് എടുത്താട്ടോ. അങ്ങനെ വെളിത്തെ അടുപ്പൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ പയറ് ഇന്നലെ നേരത്തെ വെച്ചാട്ടോ, കഴിയിട്ട് നേരത്തെ വെച്ചാൽ പക്ഷേ ഫ്രിഡ്ജിലെടുത്ത് വെക്കാനായിട്ട് മറന്നു. നിറച്ച് ഉറുമ്പായിരുന്നു, ഈ കട്ടുറുമ്പ് പോലത്തെ ഉറുമ്പില്ലേ, നിറച്ച് ഉറുമ്പായിരുന്നു. അതുകൊണ്ട് പിന്നെയും കുറേ കഴുകേണ്ട വന്നിട്ടാണ് പോയത്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ആരെങ്കിലും ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എനിക്കൊരു മണ്ടത്തരം പറ്റിയതാണ്. എനിക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്ന സമയത്തില്ല, ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അതായത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഓൺ വോയിസ് കൊടുക്കും. അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് വോയിസ് ആദ്യം വീഡിയോ എടുത്തിട്ടാണല്ലോ നമ്മൾ വോയിസ് ഞാൻ വീഡിയോസൊക്കെ കൊടുക്കാറ്. പക്ഷെ എനിക്കിതാ ഇഷ്ടം, വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ സംസാരിച്ച് പോകണം. പക്ഷേ ടി വിൻ്റെ സൗണ്ടും മറ്റ് കുട്ടികളുടെയൊക്കെ സൗണ്ട് കാരണം നമുക്ക് ടി വിൻ്റെ സൗണ്ട് വരാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് വോയിസ് ഇടുന്നത്. അറിയാം രാവിലെ ദോശയാണ് കേട്ടോ, ദോശയും ചട്നിയാണ്. അപ്പം ഞാൻ ഉച്ചത്തേക്കുള്ള കറിക്കാണ് പയറുപ്പേരി മോര് കറിയൊക്കെ വയ്ക്കാറുണ്ടാണ്. അപ്പം നമുക്ക് കറി വെച്ചിട്ട് അടുത്ത പരിപാടി കാണാം. അപ്പോൾ പെട്ടെന്ന് രാവിലെ തന്നെ അങ്ങനെ തോന്നിയതാട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ രാവിലെ എണിച്ചിട്ടുണ്ട് എന്താ കറി വയ്ക്കുക, തലേ ദിവസം ഒരു ചിന്തയുണ്ടാവില്ല. രാവിലെ എണിച്ചിട്ട് എന്താ വയ്ക്കുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക്. അല്ലെങ്കിൽ പച്ചക്കറി അല്ലെങ്കിൽ കടലപ്പയറൊക്കെ നമ്മൾ തലേ ദിവസം ഇടും കേട്ടോ. അപ്പോൾ പച്ചക്കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ കാലത്തല്ലേ വിടും. ചിലരെങ്ങനെ തലേ ദിവസം പ്ലാൻ ചെയ്ത് വെക്കാം, നമുക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ ജലദോഷം എന്നെയും കൊണ്ടേ പോവുള്ളൂ, കഫക്കെട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ കഫക്കെട്ട് നന്നായി കൂടുമ്പോൾ നല്ല തലവേദന. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല തലവേദന കൊണ്ട് 2-3 തവണയാണ് ഇപ്പോൾ ആവി പിടിക്കുന്നത്. അപ്പോൾ ഒരു 2-3 തവണയൊക്കെ ഇങ്ങനെ ആവി പിടിച്ചപ്പോൾ നല്ല കുറഞ്ഞു. അപ്പോൾ ഒരു ഉഷാറുണ്ടായിരുന്നില്ല. ഒരു 3 മണിയപ്പോൾ എണിച്ച് കുളിച്ചാലേ ഞാൻ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആവുള്ളൂ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തോ പോലെ ഇരിക്കും. അപ്പോൾ എണിച്ച് പോയി കുളിച്ചപ്പോൾ ഇച്ചിരി മനസ്സിനും ഒരു മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആയിരുന്നു, നല്ല സുഖമായിരുന്നു. അപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3:30 ആകുമ്പോൾ നമ്മളിവിടെ ചായ വെക്കും കേട്ടോ. അപ്പോൾ ചായ ഉണ്ണിക്ക് ആറാൻ വേണ്ടി വെച്ചതാണ്. അങ്ങനെ ഞാനും ഒരു ഗ്ലാസ് നല്ല ചൂട് ചായ കുടിച്ചു. അങ്ങനെ ചായ കുടിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒഴിവാക്കിയ പരിപാടിയായിരുന്നു. പക്ഷേ പിന്നെ എന്താ പറയുക, അത് കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടെന്ന് എവിടെ നിന്നൊക്കെ അറിയാണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ഇതായത് നമ്മുടെ നീലോട് ഞാനൊരു പണിഷ്മെൻറ്റ് കൊടുത്തതാണ്. ഇവിടെയില്ലേ നമ്മൾ കുളിമുറിയിൽ തൊട്ടിയുണ്ട് കേട്ടോ, അതിൽ നിറച്ച് വെള്ളമുള്ളൂ. രാവിലെ എന്തെന്ന് പറയുമോ, പല്ല് തേച്ചാൽ ആ ഗോൾഗേറ്റിൻ്റെ അടുത്ത് അതിലിട്ടു, വെള്ളത്തിലായി. അപ്പോൾ ആ വെള്ളമൊക്കെ എടുത്തിട്ട് ചെടിയിൽ കൊണ്ട് ഒഴുക്കി പറഞ്ഞ് ഞാനൊരു പണി കൊടുത്തതാണ്. ഞാൻ കഴുകി വെള്ളം നിറച്ച് വയ്ക്കുക, അവളെ അതിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ അവളെ കൊണ്ട് ഒരു പണിഷ്മെൻറ്റ് ഇരുന്നോട്ടെ. ആൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്തായിരുന്നു കേട്ടോ. ആൾ ഫുള്ള് അത് ക്ലീൻ ചെയ്യാറ് വെള്ളം എടുത്ത് മാറ്റി. പിന്നെ അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്നതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ പണികൾ ഒരുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണിച്ചു വന്നു കേട്ടോ. അപ്പം നമ്മൾ ഞാൻ വൈകുന്നേരങ്ങളിലാട്ടോ തുണി തിരുമ്പിയിടുക. അങ്ങനെ അപ്പോൾ ഇന്നലെ വൈകുന്നേരം തിരുമ്പിയിട്ടത് ഞാൻ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ കുറച്ച് തുണിയൊക്കെ അങ്ങനെ തിരുമ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്ത് കുറച്ച് തുണി കഴുകാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തുണിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ മിറ്റം അടിക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ തളിച്ചു വിടുക, എന്ന് വെച്ചാൽ നിറച്ച് പൊടി വരികയല്ലേ. ഇതൊക്കെ ഇപ്പോഴാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കണത്, ഈ വയ്യാണ്ടായപ്പോൾ. നമ്മൾ നല്ല ഉഷാറായിരിക്കുമ്പോൾ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കില്ല. വേഗം പണിയെടുക്കാൻ വേണ്ടി വേഗം ചെറുപറായി വേണ്ടിട്ട് ഒരുക്കുമായിരുന്നു. ഇപ്പോൾ പേടിയായി തുടങ്ങി, തീരെ വയ്യാണ്ടൊക്കെ ആവില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്യാണ്ടാകുന്നതുകൊണ്ട് ഈ കഫക്കെട്ടാണ് കേട്ടോ ഈ വയ്യ പറയുന്നത്, മറ്റൊന്നല്ല. അപ്പോൾ അങ്ങനെ അടിച്ചു വരുമ്പോൾ വലിയ അടുത്ത വീട്ടിലത്തെ കേട്ടോ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ കുറേ ആയി കണ്ടിട്ടോ. അപ്പോൾ എന്താ വിശേഷം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മളങ്ങനെ വൈകുന്നേരത്തുള്ള അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തുണി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയും പിള്ളേർ തന്നെ ഉണ്ടാവുള്ളൂ കുളിച്ച് മാറ്റിയത് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം തിരുമ്പി നമ്മൾ പിള്ളേരൊക്കെ ഉമ്മർത്തുനിന്ന് കളിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ഈ വൈകുന്നേരം നേരത്താണ് ഈ വൈകുന്നേരം വരെ അവരകത്തായിരിക്കും കളി ഫുള്ള്. ഒരു 4 മണിക്ക് ശേഷം പിന്നെ ഒരു 6 മണി വരെ പുറത്ത് ഒരേ കളിയായിരിക്കും, എന്നിട്ടാണ് അകത്ത് കയറുള്ളൂ. അപ്പോൾ ഈ വെയിലത്ത് പാലക്കാടിന് പിന്നെ വെയിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. 10-11 മണി തുടങ്ങിയ പിന്നെ അതായത് വരാന്തേക്ക് കൂടി ഇറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനാണിപ്പോൾ. അത്ര ചൂട് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു ചൂടാണ്. ഈ ചൂടത്താണ് എനിക്ക് കഫക്കെട്ട്. പക്ഷെ രാവിലെ അത്യാവശ്യം കുറച്ച് ഇപ്പോഴൊക്കെ കുറഞ്ഞിട്ടോ മഞ്ഞ്. ആദ്യമൊക്കെ നല്ല മഞ്ഞായിരുന്നു, ഇപ്പോൾ അത്യാവശ്യമൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നു. ഇനി ചൂടാണ് അങ്ങോട്ട്. അപ്പോൾ വൈകുന്നേരത്തുള്ള രാവിലെ കത്തിക്കാനുള്ള വിറകൊക്കെ എടുത്തു വെച്ചു. അപ്പന് ഇച്ചിരി ജഗ്ഗിൽ കുടിക്കാനുള്ളതും വേണം, തിളപ്പിച്ച വെള്ളവും ഇതില്ലേ ഫ്ലാസ്കിലാക്കി വെക്കും കേട്ടോ. പിന്നെ അപ്പനുള്ള വെള്ളം ഞാൻ കഞ്ഞിക്കും കുടിക്കാനുള്ള വെള്ളം കൂടെ ഒരുമിച്ച് വയ്ക്കും. അപ്പം തിളച്ച വെള്ളം ഫ്ലാസ്കിലാക്കി ബാക്കിയുള്ള വെള്ളത്തിൽ കഞ്ഞിക്കുള്ള അരി ഇടും കേട്ടോ. ഗോതമ്പ് കഞ്ഞിയാണ് അപ്പം കഴിക്കുന്നത്. മരുന്നൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് 2 നേരം ഗോതമ്പാട്ടോ. ഉച്ചയ്ക്ക് മാത്രമാണ് ചോറിനുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് മതി, ഒരു ഗ്ലാസ് കഞ്ഞിയൊക്കെ മതി. ചിലപ്പോൾ പിള്ളേരും ഇച്ചിരി വൈകുന്നേരത്തെ ചോറ് ഇത്തിരി ലേശം കുറഞ്ഞാണ് ഉണ്ട്, അല്ലെങ്കിൽ വയറ് നിറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്പൻ്റെ കൂടെ ഇവരിരുന്ന് കഞ്ഞിയൊക്കെ കുടിക്കട്ടെ. നല്ല ടേസ്റ്റാണ് ഗോതമ്പ് കഞ്ഞിയൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ പണികളെല്ലാം ഒതുങ്ങി കഴിഞ്ഞു. പിന്നെ വിളക്ക് വെച്ചു കേട്ടോ. വിളക്ക് വെച്ച് ഭയങ്കര ഒരു മൈൻഡിന് ഭയങ്കര റിലാക്സ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഈ വോയിസ് ചെയ്യുന്ന ഉച്ചവരെയും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തീരെ വയ്യായിരുന്നു. ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തെ വിളക്കൊക്കെ വെച്ചപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഇത്രയും നാൾ വയ്യാത്തതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് മാറിക്കിട്ടിയ ഒരു ദിവസങ്ങളാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യണേ.